നമ്മുടെ മൈൻഡിനെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജേർണലിങ്ങിൻ്റെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളുടെ മനസ്സിൽ എന്ത് നമുക്ക് ഫീൽ ചെയ്യുന്നു അത് നമ്മൾ പേപ്പറിലേക്ക് എഴുതുക. അത് നമ്മളെ എത്രത്തോളം ഹീൽ ചെയ്യിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനെ എത്രത്തോളം അത് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കേട്ടോ നമ്മൾ ഈ വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഡ്രീം ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു കാര്യം അത് ചെയ്ത് വെക്കാന്നുള്ളത്. അത് നന്നായിട്ട് വർക്കാവുന്ന ഒരു കാര്യം കേട്ടോ. അപ്പം എല്ലാവരും ചോദിക്കും ഇങ്ങനെ വെറുതെ എഴുതി വെച്ചതിൻ്റെ പേരിൽ ഇതൊക്കെ സാധിക്കും. ഒരിക്കലുമില്ല. ഞാൻ ജേർണലിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറയാണ്ടിരുന്നു, നമ്മുടെ ജേർണലിൽ നിന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയതിൻ്റെ പേരിലൊന്നും നമുക്കൊന്നും ട്രൂ ആവില്ല, സത്യമാവില്ല. അതിൻ്റെ കൂടെ നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വർക്കും കൂടി ഉണ്ടാകുമ്പോഴേ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ വിഷൻ ബോർഡിൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ അത് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റീസൺ പറയാം കേട്ടോ. ഇപ്പം നമ്മളെല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോവാണ്, നിങ്ങളൊരു സ്ഥലത്ത് പോകാനിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥലം എന്താണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്, അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും ഉപരി ഇപ്പം നമുക്ക് ഭയങ്കര എല്ലാവർക്കും അറിയാം, നമ്മുടെ ടെക്നോളജിയൊക്കെ വളർന്നു. അപ്പോൾ നമുക്ക് മാപ്പ് ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് എവിടെയാണ് നമ്മൾ സ്ഥലം എന്ന് മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ മുമ്പിൽ ഒരു വിഷനാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് നല്ല കൂളായിട്ട് പോവാം. പക്ഷേ കൂളായിട്ട് പോകാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഡ്രൈവിംഗ് സീറ്റിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. വളയ്ക്കേണ്ടടുത്തും തിരിക്കേണ്ടടുത്തൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ട്, നമുക്ക് കാണാൻ, നമുക്കൊരു വഴി കാണിച്ചു തരാനുള്ള ഒരു വിഷൻ ഉണ്ട്. നമുക്കൊരു സ്ട്രെസ് ഇല്ല. നമുക്ക് ആ വിഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കാര്യം നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ വിഷൻ ബോർഡ് എന്ന് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതിന്റെ പേരിൽ നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ വർക്ക് ചെയ്യണം, നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ പറയാം, ഒത്തിരി വിശ്വാസം ദൈവത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതൊന്നും ഒരിക്കലും ഒരു ദൈവത്തെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് പോകുന്ന ഒരു കാര്യമല്ല കേട്ടോ. വിഷൻ ബോർഡ് ആയിക്കോട്ടെ, ജേർണൽ റൈറ്റിംഗ്, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ നമുക്ക് നമ്മൾ തന്നെ സെറ്റാക്കി വെക്കണം, ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രെങ്ത് തരുന്ന നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. നമ്മളൊരു ഡ്രീമിനെ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്, ഒരു കാര്യം പഠിച്ചെടുക്കണമെങ്കിൽ അത് നിങ്ങൾ കുറച്ച് നേരം എഴുതി നോക്കൂ, അത് പെട്ടെന്ന് അത് തലേക്കറൊന്നും അറിയില്ലേ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ എഴുതി വെക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് വിഷ്വലായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു തോന്നലും കൂടെ വരും. അത് മാത്രം കേട്ടോ. നമുക്ക് എൻ്റെ വിഷൻ ബോർഡ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിഷൻ ബോർഡിൻ്റെ ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇതിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ബുക്കാണ്. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പൊതുവെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബോർഡ് പോലത്തെ സംഭവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലൈഫ് എവിടേക്ക് എത്തണം, എങ്ങനെയാണ് എത്തേണ്ടത് എന്നൊക്കെ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്ത് വയ്ക്കുന്ന കാര്യമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ജോബ്, നിങ്ങളൊരു പോസ്റ്റ് ആഗ്രഹിച്ചിട്ടുണ്ട്, ആ പോസ്റ്റിൻ്റെ ഒരു പിക്ചർ അതവിടെ ഒട്ടിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു കാറ് മേടിക്കാം, ഇല്ല അതുകൊണ്ട് ഇന്ന ബ്രാൻഡിൻ്റെ, അപ്പോൾ അത് അവിടെ ഒട്ടിച്ച് വയ്ക്കാം. അതുപോലെ ഇന്ന സ്ഥലത്ത് ട്രിപ്പ് പോകണം, അതുപോലെ നിങ്ങളുടെ ഫിറ്റ്നസിൻ്റെ കാര്യം. ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ ഇയർലി ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊക്കെ ഒരു സാധാരണക്കാരിയാണ്. അതേപോലെ തന്നെ ഡ്രീംസും അതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ വളരെ കുറഞ്ഞ ആളാണ്. അപ്പോൾ എൻ്റെയൊക്കെ ലൈഫിൽ വളരെ കുഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇയർലി എന്ന് പറഞ്ഞിട്ട് വിഷൻ ബോർഡില്ല. എനിക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ വർഷങ്ങളോളം എടുത്ത് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്ന് വിചാരിച്ച സമയത്ത് നടക്കില്ല കേട്ടോ. അത് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും അത് ആയി വരാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വിഷൻ ബോർഡ് ഒക്കെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കാം, നമുക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം. ഞാനിപ്പോൾ ചെറുങ്ങനെ പറയാം, നമ്മളൊരു കാര്യം എഴുതി വെക്കുമ്പോൾ നമ്മൾ അത് എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കണം എന്നാണ് പറയാം. ഇപ്പം നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്ന എവിടെയെങ്കിലും മിററിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ അതൊരു ഫ്രെയിം ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര മടിയാണ്. അത് കാര്യങ്ങൾ കണ്ടത് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ഷൈയാണ്ട് ഞാൻ ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക, അതുപോലെ കാഴ്ചയിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കുക എന്നല്ലാതെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് ആക്കിയിട്ടേ ഇല്ല. അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പം ഞാൻ പുതുതായിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് ആദ്യം കാണിക്കാം, അന്നേരം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3 വർഷം മുമ്പേ എഴുതി വെച്ചൊരു കാര്യമാട്ടോ ഇതിൽ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുള്ളത് ഐ വാണ്ട് ടു ബിക്കം എ ഗുഡ് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മൈ ഫാമിലി, മൈ ലൈഫ്, അതുപോലെ എക്സസൈസ് റെഗുലർലി, അതും അതേപോലെ ഞാൻ ജേർണലിങ് എനിക്ക് എഴുതണം എന്നുള്ളതും, അതുപോലെ എപ്പോഴും സ്റ്റേ മോട്ടിവേറ്റഡ് ആയിരിക്കണം, അതുപോലെ റീഡ് എ ബുക്ക് എന്ന് വെച്ചിട്ട് ഞാൻ 12 ബുക്ക് ഇൻ എ ഇയറിന് എഴുതിയിട്ടുണ്ട്. 12 ബുക്ക് ഇൻ എ ഇയർ എന്നുള്ളത് അത് എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഐ ക്യാൻ ഡു, ഐ വിൽ ഡു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് ഒന്നുമല്ല, ഞാൻ വെറുതെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചതാണ്. അതേപോലെ ഞാൻ അതിൽ എഴുതി വെച്ചിട്ട് ഇപ്പോൾ സാധിച്ചൊരു കാര്യം, എനിക്കൊന്ന് ഒരു 3 years ബാക്കിലുള്ളതാണ്. അപ്പോൾ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ഇൻ വെരി ഫാസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 100 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 4000 വാച്ച് ഓവേഴ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ വീഡിയോസ് റീച്ച് ആവണം എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്.
അത് മൊത്തത്തിൽ ആവണം എന്ന് എഴുതിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് ഈ ബുക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2-3 വർഷം മുന്നെയാണ്. അപ്പോൾ എഴുതിയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യണമെന്ന് ചിന്തിച്ച് തുടങ്ങിയ സമയത്ത് എഴുതിയിട്ടുള്ള കാര്യമാണ്. ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു സമയത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുതിയിട്ടുള്ളൊരു കാര്യമാണിത്. അതായത് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു വീട് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതിലൊരു വിഷ്വലൈസ് ചെയ്തിട്ടില്ല, വെറും റൈറ്റിംഗ് ആണ്, വിഷ്വലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതാണ്. പക്ഷേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. എനിക്ക് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം കേട്ടോ. അന്നേരം എനിക്ക് വിഷൻ ബോർഡൊന്നും വലിയ എന്താ പറയണ്ടേ നല്ല ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പിക്ചേഴ്സൊക്കെ എടുത്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഇതെനിക്ക് തോന്നുന്നു 1 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം കണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലും ഞാൻ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് സക്സസ്ഫുൾ യൂട്യൂബർ ആവണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ അതിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് സേവ് മണി എന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും പറയും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പറയും നല്ലൊരു മനസ്സുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീൻ ആവണം എന്നൊക്കെ പറയും. പക്ഷേ മണി എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അത് കയ്യിലെടുക്കാനില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മണി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സേവ് മണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. അത് നമ്മൾ വീണ് പോകുമ്പോൾ നമ്മളെ കൈ പിടിക്കാൻ ഒരാളില്ലാതിരിക്കുമ്പോഴാണ് നമ്മളത് പഠിക്കുക. അത് അങ്ങനെ ഒരു ഗോൾ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഡ്രീമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് എനിക്കൊരു വീട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ ഞാൻ ഒരുപാട് വേർഡ്സ് ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റിവിറ്റി, കോൺഫിഡൻസ്, പ്രൊഡക്ടിവിറ്റി, പ്രയർ, അതേപോലെ ഫിറ്റ്നസ്, വെൽനെസ്, ഫോക്കസ്, നെവർ ഗിവ് അപ്പ്, അതേപോലെ തന്നെ സ്റ്റേ പോസിറ്റീവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതേപോലെ ഐ വിൽ എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലും ഇതിലൊക്കെ ഞാൻ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. എൻ്റെ ലൈഫിൽ ഈ ഒരു മോട്ടിവേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ഇതെപ്പോഴും ഞാൻ ഡൗൺ ആകുമ്പോഴും എനിക്ക് കാണണം, അല്ലെങ്കിൽ എനിക്കിത് വായിക്കുമ്പോൾ കുറച്ചും കൂടി എനർജി കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഐ വിൽ സക്സസ് എന്ന് പറഞ്ഞ ഒരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ പറയണ്ടേ, പിൻട്രസ്റ്റിലൊക്കെ കൂടുതൽ നമ്മൾ ഫോട്ടോസൊക്കെ നോക്കി പോകുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചേർച്ചത്. തിങ്ക്, നമ്മൾ തിങ്ക് ചെയ്യണം, പിന്നെ ഐഡിയ, പിന്നെ ട്രൈ, പിന്നെ ഡു, പിന്നെ ഡു അഗെയിൻ ആൻഡ് കീപ് ഗോയിങ്. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ സക്സസ്സിലേക്ക് എത്തും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഡൗൺ ആയി പോകുമ്പം ഇതെടുത്ത് നോക്കുമ്പം കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഇതൊക്കെ നേടിയെടുക്കണം, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു രീതി. അതുപോലെ ഇതിലും റീഡ് ബുക്കും ജേർണലിങ്ങും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ള മൈ ഗോൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഈ ഒരു വിഷൻ ബോർഡിലുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോണിലാണ്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വിഷ്വലൈസ് ചെയ്ത് കാണുന്നിടത്ത് വെക്കാനുള്ള ഒരു ആൾക്കാർ കാണില്ലേ, വീട്ടിലുള്ളവരൊക്കെ കാണില്ലേ എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ സ്ക്രീനിലാക്കി വെച്ചിട്ടുള്ള എനിക്ക് എപ്പോഴും കാണാത്തൊക്കെ വിധത്തിൽ കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പം ആക്കി വെച്ചതിൽ ശരിക്കും ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതിൽ നിങ്ങൾക്ക് കാണിക്കാനും നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് മറ്റുള്ളവർക്ക് കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ അതിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കും. ഞാൻ ഇപ്പോൾ ഇത്രയും വരെ എഴുതി 2 ഇയറിൽ 2 പ്രാവശ്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള വിഷൻ ബോർഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഈ 2 വിഷൻ ബോർഡിലും മോട്ടിവേറ്റഡ് ആവണം, ഞാനൊരു നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, എൻ്റെ ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഡ്രീമും കാര്യമില്ല ആവശ്യങ്ങളും അതേപോലെ തന്നെ സ്വപ്നങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ ഒരാളാണ് ഞാൻ. സാധാരണ ഒരു ഹൗസ് വൈഫാണ്, അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. ആകെ ഞാൻ കണ്ട ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ എനിക്ക് സക്സസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതിലുപരി ഞാൻ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ടൈം എഴുതിയതിലാണ് ഞാൻ സേവ് മണി. ഞാൻ പഠിച്ചു, എനിക്കതില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഞാൻ പഠിച്ചു. അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എഴുതിയതിൽ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളും എനിക്ക് കുറച്ച് വിഷൻസ് ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്താണോ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയിലോ ആരും കണ്ടാലും എല്ലാവരും ഒന്ന് ചിരിക്കും, തമാശയായിട്ട് ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. കാരണം ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും നിങ്ങൾ വരെ ചിലപ്പോൾ പുച്ഛിക്കും അത് കണ്ടു കഴിയുമ്പോൾ. പക്ഷേ ഞാൻ ആഗ്രഹിച്ച എൻ്റെ മനസ്സിൽ ഒരു കള്ളോ ഒരു ചതി ഒന്നും എൻ്റെ മനസ്സിൽ തോന്നിയ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നേ വരെ എവിടെയും ട്രിപ്പോ ടൂറോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. കുട്ടി പ്രായത്തൊക്കെ അച്ഛനും അമ്മയ്ക്ക് പറയും കല്യാണം കഴിച്ചിട്ട് പോകാന്നുള്ളത്. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നേ വരെ ഒന്ന് പോകാനൊക്കെ. അപ്പോൾ ഞാൻ ഈ പിൻട്രസ്റ്റിലാണെങ്കിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ചില്ലായിട്ട് ട്രിപ്പ് പോയിട്ടുള്ള കപ്പിൾസിൻ്റെ ഫോട്ടോ ഇല്ലേ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കത് വേണം എന്നുള്ള രീതിയിൽ. അതുപോലെ ഫാമിലി ആയിട്ട് പോയിട്ടുള്ള ട്രിപ്പിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വിഷൻ ബോർഡിൽ. ഇതെനിക്ക് ആഗ്രഹമുള്ള ഒരു വിഷനാണ്, എൻ്റെ ലൈഫിൽ ഇനി നാളെ നടക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
പിന്നെ നമുക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ, ചില ആൾക്കാർക്ക് ചില കാറുകളൊക്കെ ഉണ്ടാകും ആഗ്രഹം മേടിക്കണം എന്നുള്ളത്, അത് വിഷൻ ചെയ്യണം. അതുപോലെ ഞാനൊരു വീട് എന്നുള്ള കാര്യം ഞാൻ വിഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ യൂട്യൂബ് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പം നിങ്ങൾക്കിത് കാണിക്കാൻ പറ്റില്ല, കാരണം അത് കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതൊരു അത്യാഗ്രഹമല്ലേ എന്നുള്ളത്. പക്ഷേ ഇത് അത്യാഗ്രഹമല്ല. എൻ്റെ കൺമുമ്പിൽ ഞാൻ ഇത് കണ്ടുകൊണ്ട് ഞാൻ ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ളൊരു ആഗ്രഹം എന്നിലേക്ക് വരും. ഞാനൊരു കാര്യത്തിൽ ഇത്രയും വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് അവിടേക്ക് എത്താനുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു എത്താനുള്ളൊരു സ്ട്രെങ്ത്താണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ് എൻ്റെ മുന്നിൽ ഈ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെ ലൈഫിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണ്ട ഫിറ്റ്നസ്. ഞാനൊക്കെ ഡെലിവറിക്ക് ശേഷം പിന്നെ എക്സസൈസോ അങ്ങനെയുള്ള കാര്യങ്ങളോ എൻ്റെ ഡയറ്റോ ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഉണ്ടാവും, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വെച്ച് ഇതൊക്കെ നമുക്ക് റിമൈനിങ് ആണ്. നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഞാൻ ഇത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന നമ്മൾക്കൊരു വാണിംഗ് ആണ്. ഇത് ഞാൻ എൻ്റെ ഡ്രീമാണ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് ഞാൻ ചെയ്യണം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നാളെ നിൽക്കും. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു റെസ്പോൺസിബിൾ ആവും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറ്റബോധം തോന്നും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഇനിയത്തെ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നിങ്ങളുടെ ലൈഫിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വെക്കുന്ന നമ്മുടെ ഓരോ ഡ്രീമും നമ്മുടെ ഗോളും ഒന്നും ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റില്ല. അതൊരു 3-4 വർഷങ്ങൾ, അങ്ങനെ എത്രയോ വർഷങ്ങൾ ചിലപ്പോൾ എടുക്കുക. അപ്പം എൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ വീട് എന്ന് പറഞ്ഞത് എനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പാണ് ഒരു 10 years എങ്കിലും എനിക്ക് വേണ്ടി വരും അതിലൊക്കെ ഒന്ന് എത്തിത്തരണമെങ്കിൽ. അപ്പം ഇങ്ങനത്തെ ഡ്രീംസൊക്കെ അവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പേഷ്യൻസോടുകൂടെ നമ്മുടെ ഈ വിഷനെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസവും എനർജറ്റിക് ആയിട്ട്, ഓരോ ദിവസവും മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അത് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കിത് വർക്ക് ആവട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്.